ജീവിതത്തിന്റെ ഓരോ സ്വപ്നവും സ്വന്തം സന്തോഷം പോലും കുടുംബത്തിന്റെ ഭാവിക്കായി തിരിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിലല്ലേ. പുലർച്ചെ എഴുന്നേറ്റ് രാത്രി വരെ ചിരി പോലും കടം വാങ്ങിക്കൊണ്ട് കണ്ണീര് പോലും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചവരാണ് അവരൊക്കെ. അവരുടെ പേരുകൾ അവരെ വിളിക്കാനൊക്കെ പല പേരുകളുമുണ്ട്. ചിലരുടെ ജീവിതം അവരുടെ സ്വന്തമായി ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ളതാണ്. അവർ ജീവിച്ചത് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നല്ലേ. പുലർച്ചെ വെളിച്ചം കണ്ടപ്പോൾ തന്നെ ദിനാരംഭം ഒരു പ്രാർത്ഥനയോടെ എൻ്റെ കുടുംബം സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന ആശയോടെ നടന്നു നീങ്ങിയവരാണ് അവർ. സ്വന്തം സ്വപ്നം പലപ്പോഴും അവർ താളിച്ചു വെച്ചുകൊണ്ട്, സ്വന്തം ആഗ്രഹങ്ങൾ പലപ്പോഴും അവർ മറച്ചു വെച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ഓരോ ചിരിക്കും പിന്നിൽ അവരുടെ 1000 പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചൂടേറിയ സൂര്യനും പെയ്യുന്ന മഴയും കഠിന പ്രവൃത്തിയും ഒന്നും തന്നെ അവരെ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ ഭാവി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടേ സ്വന്തം ശരീരവും ആരോഗ്യവും വിശ്രമവും എല്ലാം അവർ വിട്ടുകൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ മനസ്സിൽ അല്പം ക്ഷീണമൊക്കെ തോന്നിക്കാണും, വേദനയൊക്കെ തോന്നിക്കാണും. അതാരും അറിയാത്ത വിധത്തിൽ അവർ മറച്ചു വെച്ചുകൊണ്ടേയിരുന്നു എന്നും നമ്മളിൽ നിന്നും. അവരുടെ സന്തോഷം എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ചിരിയായിരുന്നു എന്നുള്ളതാണ്. അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുടുംബത്തിൻ്റെ അഗാധമായ സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. അവർക്കൊരിക്കലും വലിയ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെ ത്യാഗത്തിന് മുന്നിൽ ലോകത്തിലെ ഏത് മെഡലും വളരെ ചെറുതായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊരു നിമിഷം എടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത ആ മഹത്തായ മനസ്സുകളെയൊക്കെ ഒന്ന് ഓർമ്മിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അവർ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ യഥാർത്ഥ വീരന്മാർ, യോദ്ധാക്കൾ എന്ന് പറയുന്നത്. അത് ഉപ്പയാകാം, ഉമ്മയാകാം, ജ്യേഷ്ഠത്തിയാകാം, അനിയത്തിയാകാം, ജ്യേഷ്ഠനാകാം, ആരുമാകാം കേട്ടോ. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കാരണവരുമാകാം. അതൊക്കെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കഴിക്കുന്ന ഓരോ അന്നത്തിലും ആ വിയർപ്പിൻ്റെ ഒരു ഗന്ധമുണ്ടാകാം, ഒരു കണികയുണ്ടാകാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ഈ വീടുണ്ടല്ലോ, അതിൻ്റെ ഓരോ ചുമരിലും അതിൻ്റെ ഓരോ വിയർപ്പിൻ്റെ ആ ഗന്ധമുണ്ടാകും എന്നുള്ളതാണ്. നമ്മളിടുന്ന വസ്ത്രത്തിൽ പോലും ചിലപ്പോൾ അവരുടെ വിയർപ്പിൻ്റെ അത്തറിൻ്റെ മണമുണ്ടാകും എന്നുള്ളതാണ്. ആ വിയർപ്പെന്ന അത്തറിൻ്റെ മണം എന്നുള്ളത് ഇതാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ, ആലോചിച്ചോളൂ കേട്ടോ. ഒരുപാട് അവർക്ക് ഒരുപാട് ഹൃദയത്തിൽ നിന്നും ഒരുപാട് നമസ്കാരം.